മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമുക്ക് ആക്ച്വലി ഞാൻ നവംബർ ഫുൾ മന്തിൻ്റെ റീഡിങ് എടുക്കാൻ പോവാണ്. ഞാൻ സാധാരണ നമ്മുടെ മാസം തുടങ്ങുമ്പോഴേക്കേ ചെയ്യുന്നതാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ സ്റ്റാർട്ടിങ് അല്ലേ. നിങ്ങളുടെ ഈ ഫുൾ മന്ത് നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് റീഡിംഗ് ആയിട്ട് നോക്കാം. ഈ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് നോക്കാം. എനർജി ഓക്കെ, ലെറ്റ്സ് സീ. 3 of Cups ആണ്, സൺ കാർഡ്. ഓക്കെ, കാർഡ്സ് ചിലത് ഞാൻ മറയ്ക്കും, കാരണം യൂട്യൂബിൽ ചില കാർഡ്സ് അലൗഡ് അല്ല, മീൻസ് ചില പിക്ചേഴ്സ്. ഓക്കെ, 3 of Cups, സൺ, 5 Cups, Hierophant, King of Pentacles, Death card, 9 of Swords, 8 of Cups, 5 Cups, 8 of Cups, Hierophant and High Priestess. 4 of Swords, Ace of Pentacles, ഓക്കെ. ഇവിടെ എനിക്ക് ആദ്യം കാണുന്നത് കുറച്ച് സെലിബ്രേഷൻ കാണുന്നുണ്ട്. ഓക്കെ, സന്തോഷങ്ങളും സെലിബ്രേഷനും ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണുന്നത്. ഈ മന്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നവംബർ മന്ത് നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാവുക. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ വളരെ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേഷനൊക്കെ കാണുന്നുണ്ട്, ആഘോഷങ്ങൾ കാണുന്നുണ്ട്. ഐ തിങ്ക് ഓവറോൾ ഒരു പോസിറ്റീവ് എനർജിയിലായിരിക്കും നിങ്ങൾ. വളരെ പ്രതീക്ഷയോടെ തുടങ്ങുന്ന മാസം എന്ന് മാത്രമല്ല, ഐ തിങ്ക് ഒരു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നും യെസ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് തോന്നും. ആൻഡ് ഇവിടെ കുറച്ച് മേ ബി സ്റ്റാർട്ടിങ് ഓഫ് ദ മന്ത് മേ ബി നിങ്ങളൊരു സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ കൊളീഗ്സിൻ്റെ കൂടെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജയിക്കുന്നതായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതായിട്ടോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, ആ രീതിക്കൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ശരിക്കും ഒരു ഹാപ്പി ലൈറ്റായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്. എല്ലാം ഒരു തെളിഞ്ഞ് വരുന്ന പോലെ, കുറേ ക്ലിയർ ആവുന്ന പോലെ, ടെൻഷൻസൊക്കെ ഒന്ന് മാറുന്ന പോലെ, ആ രീതിക്കുള്ള ഒരു ചേഞ്ചസ് എനിക്ക് ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഈ മന്ത് തുടങ്ങുന്നത്. പിന്നെ ഇവിടെ 5 Cups ഉണ്ട്. 5 Cups പറയുമ്പോൾ മേ ബി ഇടയ്ക്ക്, പക്ഷേ എന്നാലും നിങ്ങൾ ഒരല്പം പാസ്റ്റിനെ കുറിച്ച് കുറച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പാസ്റ്റിലുണ്ടായ നഷ്ടങ്ങൾ, സന്തോഷങ്ങൾ വന്നിട്ടുണ്ട്, സന്തോഷങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്കുണ്ട്, ആഘോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് അതിൻ്റെ ഇടയിലും എവിടെയോ നമ്മൾ പറയില്ലേ, ഒരു ചില കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ഒരു ചെറിയൊരു വിഷമം ഫീൽ ചെയ്യുന്ന പോലെ. പക്ഷേ യൂണിവേഴ്സിൻ്റെ ഇങ്ങനത്തെ കാർഡ്സ് വരുമ്പോൾ നമുക്ക് അഡ്വൈസാണ് എന്നിട്ട് ആ പാസ്റ്റിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക എന്ന്. ഓക്കെ, നിങ്ങൾക്കുള്ള സന്തോഷങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങൂ എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ പറയുന്നത്. 5 of Cups നമുക്ക് പറയുന്നത് ഇമോഷണൽ ലോസ് എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട രീതിയിൽ മുൻപുണ്ടായ എന്തെങ്കിലും ലോസ്. ചിലപ്പോൾ നമ്മൾ ആക്ച്വലി ചില സമയം നമ്മൾ പറയാറുണ്ടല്ലേ, എന്തൊക്കെ കിട്ടിയാലും ഒരു വിഷമം നമ്മൾ ചിലതില്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് എപ്പോഴും തോന്നും എന്ന് പറയും. സോ യെസ്, ഇവിടെ അത് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നല്ലത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്കുണ്ട്, ഇനിയും നേടാനും സാധിക്കും. ഓക്കെ, ഉള്ളതിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങുക എന്നൊരു പോസിറ്റീവ് അഡ്വൈസ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യൂ, എന്നാൽ മാത്രമേ നമുക്ക് ഈ സന്തോഷം ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സന്തോഷങ്ങളുണ്ട് അതിലേക്ക് നിങ്ങൾ ആ സന്തോഷങ്ങളെ നിങ്ങൾ കാണൂ. കാണുമ്പോൾ ശരിക്കും നമുക്ക് പാസ്റ്റിലുണ്ടായ വിഷമങ്ങൾ അതെന്തിനാണ് നമുക്ക് സംഭവിച്ചത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ തുടങ്ങുക എന്നൊരു അഡ്വൈസാണ്. ഓക്കെ, എന്താണോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്, ബാക്കിയുള്ളത് എന്താണ്, ചിലത് നഷ്ടപ്പെട്ടു ശരിയാണ്, പക്ഷേ ചിലത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ബാക്കിയുണ്ട്, അതിലേക്ക് നോക്കി തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതിപ്പോൾ ഞാൻ ജനറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ മാച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈറോഫൻ്റ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഹൈ പ്രീസ്റ്റസും വന്നു. സോ ഐ തിങ്ക് നിങ്ങളിപ്പോൾ ഈ ഒരു മന്ത് കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം, സ്പിരിച്വൽ അവയർനെസ്സിലേക്ക് വരുന്ന സമയമായിരിക്കാം, അവനവനിലേക്ക് നോക്കി തുടങ്ങുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഹൈ പ്രീസ്റ്റസും പറയുന്നത്, അല്ലെങ്കിൽ ഹൈറോഫൻ്റും പറയുന്നത് എവിടെയോ നമ്മൾ കുറേയൊക്കെ ഒരു നമ്മൾ നോളജ്, അതായത് യൂണിവേഴ്സ് എന്നൊരു കാര്യം എന്താണ്, സ്പിരിച്വലി കുറച്ച് മേ ബി നിങ്ങൾക്ക് അതിലേക്കൊക്കെ താല്പര്യം വരിക. ഓക്കെ, സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് താല്പര്യം വരിക, പ്രാർത്ഥന, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കാൻ ട്രൈ ചെയ്യുക.
ആക്ച്വലി പഠിപ്പ് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ പഠിപ്പ് മാത്രമാവണമെന്നില്ല, എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ രണ്ട് കാർഡും ഒരേ സിമിലർ എനർജിയാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ പ്രിസ്റ്റസിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി സീക്രട്ടീവ് ആണെന്ന് പറയും. ഓക്കെ, സീക്രട്ടീവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനെ നിങ്ങൾ കുറേ കൂടി സ്പിരിച്വലായിട്ട് കണക്റ്റും ആവുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒന്നിച്ച് വന്നതുകൊണ്ട് യെസ്, വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കൊരു സ്പിരിച്വൽ നിങ്ങളുടെ ഗ്രോത്തിൻ്റെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. മേ ബി ലൈഫിൽ ഞാൻ പറയാം, ബാക്കി കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുക, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് എങ്ങനെ എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലും പഠിക്കാനും ശ്രമിക്കാം. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾ എന്തെങ്കിലും ജോയിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ പഠിക്കണം, മേ ബി ഫൈനാൻഷ്യൽ കരിയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ബട്ട് ഇതൊരു സ്പിരിച്വൽ കാർഡാണ്. സോ മേ ബി നിങ്ങൾ ആരുടെയെങ്കിലും അഡ്വൈസ് എടുക്കുന്നുണ്ടാവും, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്ത് ചിലപ്പോൾ കരിയറിലോ കാര്യങ്ങൾക്കോ മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇതൊക്കെ ആവാം, ജ്യോതിഷാവാം, ആസ്ട്രോളജർ ആവാം, വല്ല കൗൺസിലർ ഗൈഡ് ആവാം, ആരും ആവാം കേട്ടോ. ഓക്കെ, അങ്ങനെ ആരുടെയെങ്കിലും ഒരു അഡ്വൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഈ ഒരു പാസ്റ്റിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് വരാൻ ഈ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന രീതിക്കായിരിക്കും. എൻ്റെ ഇവിടെ ഫൈനാൻഷ്യലി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കരിയർ വൈസ് നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്ന രീതി കാണുന്നുണ്ട്. കുറച്ചുകൂടി നിങ്ങൾ സ്റ്റഡി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഏർണിംഗ് ഒക്കെ ഒരു നല്ല രീതിക്ക് വരാം, ആവശ്യത്തിനുള്ള പണം ഉണ്ടാവുക, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക, ആ രീതിക്ക് ഇവിടെ ഒരു ഗ്രോത്ത് എന്ന രീതി. ആക്ച്വലി ഇത് ചെറിയ കാർഡൊന്നുമല്ല, നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. വളരെ സ്റ്റഡി ആയിട്ടുള്ള, ഈവൻ നിങ്ങൾ തന്നെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾ കാര്യങ്ങളെ എല്ലാം നല്ല പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യുക. ഓക്കെ, ഇമോഷണൽ അധികം ആവാതെ ശരി ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി ഇമോഷണലായിട്ട് ചിന്തിക്കാതെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവാൻ തുടങ്ങും, കുറച്ചുകൂടി നിങ്ങൾ കേപ്പബിൾ ആവാൻ തുടങ്ങും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കാര്യങ്ങൾ എന്താണോ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യണം അല്ലേ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ. എൻ്റെ ഇവിടെ മണി ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. തീർച്ചയായിട്ടും ജോലി കരിയറിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. സ്റ്റഡി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ, ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണ്, അങ്ങനെയെങ്കിൽ ഇതൊരു മാരേജ് നിങ്ങൾ ഫാമിലി നല്ല രീതിക്ക് നോക്കുന്ന പോലെ. കുറച്ച് പേർക്ക് മാരേജ് വരുന്ന കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജിൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇവിടെ സെലിബ്രേഷൻ ആദ്യമേ വന്നിരുന്നു. സോ യെസ്, മേ ബി കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് മാരേജിൻ്റെ ഒരു കാര്യം കൂടി വരുന്നതായിട്ട് ഈ മാസം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം മാച്ചാവില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് മാച്ചാവുന്നത് നിങ്ങളെടുക്കാം. ഞാനിവിടെ അഗെയിൻ ഡെത്ത് ആൻഡ് 9 of Swords ഒക്കെ പറയുന്നത് ഐ തിങ്ക് 8 of Cups ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഓക്കെ, നിങ്ങളിലൊരു മാറ്റം വരുന്ന പോലെയാണ്. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആവുന്നു. നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ടെൻഷൻ കൊണ്ട് നടക്കുന്ന അതൊക്കെ നിങ്ങൾ പുറകുള്ളിൽ ഉപേക്ഷിക്കുന്ന പോലെയാണ്. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലാണ് വരുന്നത്. ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾക്കൊരു ജോലി മാറ്റം, എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യമായിരിക്കും. ആക്ച്വൽ മാറ്റം. ഓക്കെ, അതായത് ശരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോവുക, ജോലി വിട്ട് വേറെ ജോലിക്ക് ചേരുക, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അങ്ങനത്തെ ഒരു മാറ്റമായിരിക്കാം. റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ചിലത് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ. ഇത് ഓരോ കാര്യങ്ങളും റിലേഷൻഷിപ്പും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, എല്ലാം കണക്ട് ചെയ്തിട്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് വളരെയധികം നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ അവെയർ ആവുന്നുണ്ട്. എന്താണ് യൂണിവേഴ്സ്, എന്താണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താ പറയുന്നത്, അതായത് നിങ്ങളുടെ ഇന്നർ നോളജ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഇന്നർ നോളജും ഇൻറ്റ്യൂഷനും ഉണ്ട്. പക്ഷെ നമ്മളിത് കേൾക്കില്ല. കാരണം എന്താ, നമ്മൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പറയുന്നത് ശരിയാണോ അല്ലേ എന്ന് നമ്മൾ അവനെ ഡൗട്ട് ചെയ്യും. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അവനവൻ്റെ ഇൻറ്റ്യൂഷൻ കേൾക്കാൻ തുടങ്ങും എന്നാണ്. ആൻഡ് ഐ തിങ്ക് എവിടെയോ അത് ഡെവലപ്പ് ആവുന്നുണ്ട്. നിങ്ങൾ കുറേ കൂടി നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അത് കറക്റ്റാണ്. ഓക്കെ, അത് നിങ്ങൾ പലതും മനസ്സിലാക്കാൻ തുടങ്ങും, സ്വയം മനസ്സിലാക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് അതിവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണും. ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നമ്മൾ ഒരുപാട് വിഷമങ്ങൾ, സ്ട്രെസ്സ്, ടെൻഷൻ കാര്യങ്ങൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ചു തുടങ്ങും അല്ലേ. നമ്മൾ ശരിക്കും ഇത് ആക്ച്വലി ഉൾവലിയുന്ന പോലെയാണ്. ശരിക്കും ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് വലിയ, നമ്മൾ സൈലൻ്റ് ആവുക എന്ന രീതിക്കൊക്കെയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ഉള്ളിനുള്ളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന രീതിക്കൊക്കെയാണ്. ആൻഡ് ഇവിടെ വളരെയധികം നോളജബിൾ പേഴ്സണാണ്. ഇത് രണ്ടും പറയുന്ന നോളജിൻ്റെ കാര്യമാണ്. എവിടേക്കോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. അതിപ്പോൾ സ്പിരിച്വലി ആവാം, അല്ലെങ്കിൽ ആക്ച്വൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നതായിരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ തുടങ്ങും. ഓക്കെ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആരാണ്, എന്താണ്, പല കാര്യങ്ങളും.
നിങ്ങളെ ലൈഫിനെ തന്നെ നിങ്ങൾ ശരിക്കും പഠിച്ചു തുടങ്ങും എന്ന് പറയില്ലേ, ആ രീതിക്കുള്ളൊരു എനർജിയാണ്. ആൻഡ് ഇവിടെ നിങ്ങളിൽ അതുകൊണ്ട് മാറ്റം വരുന്ന നിങ്ങൾക്ക് തന്നെ ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയമാണ്. ആൻഡ് ഇവിടെ നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് ടെൻഷൻസ് ഒക്കെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന പോലെയാണ്. ഓക്കെ, സ്ട്രെസ് ഉണ്ടായിരുന്നു മുൻപ്, ശരിയാണ്. ഓക്കെ, ടെൻഷൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന, ഐ തിങ്ക് അതൊക്കെ നിങ്ങളൊന്ന് വിട്ട് കളയോനി. ഓക്കെ, നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ട് മാറി നിങ്ങളൊരു പോസിറ്റീവ്നെസ്സിലേക്ക് പോകുന്ന പോലെയാണ്. ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് വേറെ എന്തെങ്കിലും നല്ലതിലേക്ക് പോകണം എന്ന് ചിന്തിച്ച് ആക്ച്വലി, പക്ഷെ എന്താണ്, ഇത് അവനവൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും നമ്മൾ പുറമേ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് മാറ്റങ്ങൾ വരിക. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അതാണ് പുറമേ നമുക്ക് റിഫ്ലക്റ്റ് ആവുക എപ്പോഴും, അങ്ങനെയാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ടെൻഷൻ എന്നൊക്കെ നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് വിട്ട് കളയേണ്ടതുണ്ടാവാം, അതിലൊക്കെ നിങ്ങൾ വിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ജസ്റ്റ് നമ്മുടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം, മനസ്സിൽ കിടക്കുന്ന വേദനകളെ ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയാവാം. അല്ലെങ്കിൽ അഗെയിൻ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് പേർക്കൊരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് എനിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. ഇവിടെ അഗെയിൻ ഇത് നിങ്ങളൊരു അല്പം റെസ്റ്റ് ആൻഡ് റിലാക്സേഷനും കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, സോ ഈ ഒരു മാസം നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണെന്ന് പറയാം മെയിൻലി. ഓക്കെ, ഇവിടെ എല്ലാം പോസിറ്റീവാണ്, യെസ്, കാണുന്നത് എല്ലാം നിങ്ങൾക്ക് നല്ലതാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇൻറ്റേർണൽ മാറ്റം, ഇത് നിങ്ങളുടെ പുറത്തുള്ള മാറ്റം എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പുറത്ത് നടക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് സന്തോഷങ്ങൾ, സെലിബ്രേഷൻ, നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത്, കാര്യങ്ങൾ, നിങ്ങൾ സ്പിരിച്വലായിട്ട് പഠിക്കാൻ ചേരുക, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇത് മുഴുവൻ ആക്ച്വലി താഴത്തെ ലെവൽ മുഴുവൻ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മുഴുവൻ യെസ് പുറമേ കാണുന്നത് ഇതൊക്കെയാണ്, പക്ഷേ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഈ ചേഞ്ചസും വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നുണ്ട് ലൈക്ക് ഒന്ന് സമയം, ഐ തിങ്ക് നിങ്ങൾ അവനവന് വേണ്ടി സമയമെടുക്കും. ഓക്കെ, അവനവന് വേണ്ടി സമയമെടുക്കും, അവനവൻ്റെ കാര്യങ്ങൾ, അവനവനെ ഒന്ന് കെയർ ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. ഐ തിങ്ക് നിങ്ങളൊന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശാന്തമായിട്ടൊരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് വൈബേ അല്ല എനിക്ക് വരുന്നത്. നിങ്ങൾ ടെൻഷൻസ് എല്ലാം വിട്ട് കളഞ്ഞ് അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വന്ന് നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എല്ലാം ശാന്തമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അതിൻ്റെ ഒപ്പം പക്ഷേ നിങ്ങൾക്ക് സെലിബ്രേഷൻസും കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ട്. സോ ഇതൊരു പുറമേ നിങ്ങളുടെ ഉള്ളിൽ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ഈ ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുക, അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ ലാസ്റ്റ് കാർഡ് എന്തായാലും പറഞ്ഞില്ല ഞാൻ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. പുതിയ തുടക്കമാണ്, പുതിയ തുടക്കം, പുതിയൊരു ഓഫർ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം വരുന്നു എന്ന രീതിക്കാണിത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പണം കിട്ടുന്നതായിരിക്കാം, ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ഈവൻ ഒരു മാരേജിൻ്റെ കാര്യമായിരിക്കാം, പ്രപ്പോസൽ അങ്ങനെ എന്തെങ്കിലും വരുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾ അവനവനെ കെയർ ചെയ്യുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. അവനവൻ്റെ കെയർ, അവനവൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഞാൻ കുറച്ച് അഡ്വൈസ് കാർഡ്സ് നമ്മുടെ ഒറക്കിൾ കാർഡ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മെസ്സേജ് വരുന്നത് നോക്കാം. ആക്ച്വലി ഒരു പോസിറ്റീവ് മന്താണിത്. ഓക്കെ, പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്ന മന്താണ്. നിങ്ങൾ സ്ലോലി നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ നല്ല കാര്യം. ആൻഡ് ബ്രേക്ക് ത്രൂ, യെസ്. ഓക്കെ, കറേജ്, completion, very good. Full card, flowering, നത്തിങ്നെസ്, എംപ്റ്റിനെസ്, അല്ലേ? ഒന്നും ഇല്ലാത്തതിൽ നിന്ന് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ആവുന്ന തരത്തിൽ പറയാം. ഫുൾ കാർഡ് ഉണ്ട് ഇവിടെ. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ യെസ്, നമ്മൾ ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് പറയുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് മാറി വരുന്ന രീതിയിൽ. ആൻഡ് അതിന് ചില ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട് എനിക്ക്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പെട്ടെന്ന് ചില റിയലൈസേഷൻസ്, ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന പോലെ. ഓക്കെ, നിങ്ങൾ ശരിക്കും നമ്മുടെ ആ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ പറയില്ലേ, ഒന്ന് പുറത്തു വരുന്ന പോലെ, ഫ്രീ ആവുന്ന പോലെ. ഓക്കെ, ആൻഡ് ഇവിടെ കറേജ്, നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾ ലൈഫിനെ നേരിടാൻ നിങ്ങൾ തയ്യാറാവും. ആൻഡ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പസിലിൻ്റെ പീസസ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മാറ്റങ്ങൾ, ഈ ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ, നിങ്ങളെ തന്നെ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞ പോലെ. നിങ്ങളിതുവരെ കുറേ നിങ്ങളെന്താണ് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനി അത് തിരിച്ചറിയാൻ തുടങ്ങും. എൻ്റെ ഇവിടെ ഫ്ലവറിങ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് നല്ലത് അബണ്ടൻസ് വരുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾ തന്നെ വളരെയധികം ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഫീൽ ചെയ്യും എന്ന രീതിയിലാണ്. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, അല്ലേ? ഇത് മനസ്സിലാക്കുക. ഡെത്ത് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുമാറി പോവുക, ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല.
ഓക്കെ, നിങ്ങളത് ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് മനസ്സ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആവും. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് അർപ്പിക്കുക. ഓക്കെ, ഈ മാറ്റങ്ങൾ എനിക്ക് നല്ലതിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല വരും. ആൻഡ് ഐ തിങ്ക് നവംബർ നിങ്ങൾക്ക് ചേഞ്ചസിൻ്റെ മന്താണ്. ആൻഡ് ഈ മാസം നിങ്ങൾക്ക് 2-3 ആക്ച്വലി അവസരങ്ങൾ ഇനി മാനിഫെസ്റ്റ് ചെയ്യാൻ. ഇന്നലെ 111 ഡേ ഉണ്ടായിരുന്നു. ഇന്നലെ അല്ല, സോറി. പിന്നെ അല്ല, എനിക്ക് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോകും. ഓക്കെ, ഇനി 111 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ജനുവരിയിലേക്കും ഇനി ഇതുപോലെ 111 ന്യൂ ബിഗിനിങ്ങിൻ്റെ സമയങ്ങൾ വരും. സോ മാനിഫെസ്റ്റേഷനൊക്കെ നല്ലോണം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ആൻഡ് മെത്തേഡ്സ് ഏതെങ്കിലുമൊക്കെ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടിരിക്കട്ടെ. നവംബർ ആക്ച്വലി ലുക്സ് ലൈക്ക് എ ഗുഡ് മന്ത്. ഓക്കെ, നമുക്കങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. നന്ദി, നമസ്കാരം.